Hi my dears, welcome to ACS online class. നമ്മൾ പഠിച്ചതിന്റെ ബാക്കി പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പേജ് നമ്പർ 105. Okay. Left, right, same to same. Can you see something special about 121? 121 എന്ന നമ്പറിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ? നോക്കിക്കേ. What? It's just a number. എന്താണ്? ഇതൊരു നമ്പർ അല്ലേ? 121 എന്നുള്ളത് ഒരു നമ്പർ അല്ലേ? 121 എഴുതിയാൽ ഒരു നമ്പറിൽ എന്ത് സ്പെഷ്യാലിറ്റി ആണുള്ളത്? See, it is same as forward and as well as backward. കണ്ടോ? ഇത് നമ്മൾ 121 എഴുതിയ ഫോർവേഡിലോട്ട് എഴുതിയാലും തിരിച്ച് ഈ 1 ആദ്യം എഴുതി നടുക്കത്തെ 2 ഈ 1 അവസാനം തിരിച്ച് ഫ്രണ്ടിലോട്ട് എഴുതിയാലും തിരിച്ച് എഴുതിയാലും എല്ലാം റീഡ് ചെയ്യുന്നത് വായിക്കുന്നത് എങ്ങനെയാണ്? സെയിം ആയിട്ട് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. 121 എന്ന നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഫോർവേഡ് ആയിട്ട് എഴുതിയാലും ബാക്ക്വേർഡ് ആയിട്ട് എഴുതിയാലും എല്ലാം സെയിം തന്നെയാണ് അല്ലേ? Oh yes, it is 121 from right to left also. Okay, ലെഫ്റ്റിൽ നിന്ന് എഴുതിയാലും റൈറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചു മറിച്ച് എഴുതിയാലും എല്ലാം എന്താണ്? സെയിം തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്യാം. ഇനി come let's see how to get such numbers. Okay, അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ച് നോക്കാം. Take a number, say 43. Okay, അപ്പോൾ 43 എന്നൊരു നമ്പർ സെലക്ട് ചെയ്തു. Now turn it back to front. 43 എന്ന നമ്പർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? തിരിച്ചെഴുതി 34 എന്ന് എഴുതി. Okay, then add them together. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടും? 77 എന്ന് കിട്ടും. 77 is one such special number. There are many such numbers. അല്ലെ, 77 പറയുന്നൊരു സ്പെഷ്യൽ നമ്പറാ. 121 പോലെ തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും എല്ലാം ഒരുപോലെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം അല്ലെ? You can reverse the number by writing it back to front. സത്യല്ലേ? ഇനി നമുക്ക് വേറെ നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Take another number, 48. 48 എന്ന നമ്പർ സെലക്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സ്പെഷ്യൽ നമ്പറിലോട്ട് എത്തുകയാണ്. ഇപ്പൊ 48 എന്ന നമ്പർ സെലക്ട് ചെയ്തു. Now turn it back to front. എന്താണ്? തിരിച്ച് ടേൺ ചെയ്തു, 84 ആക്കി. Then add them together. ആഡ് ചെയ്തു, എന്ത് കിട്ടി? 132 കിട്ടി. Is this a special number? No. Why not? ഇതൊരു സ്പെഷ്യൽ നമ്പർ ആണോ? അല്ല, സ്പെഷ്യൽ നമ്പർ അല്ല. കാരണം തിരിച്ചെഴുതുമ്പോൾ 231 എന്ന് വായിക്കും. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ നമ്പർ അല്ല, സെയിം അല്ല അല്ലെ? അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? നമുക്ക് ഇനിയും ശ്രമിച്ചു നോക്കാം അല്ലെ? ഓക്കെ, ക്യാരി ഓൺ വിത്ത് ദ നമ്പർ. ഓക്കെ, നമുക്കപ്പോ ഈ 132 ഈ രണ്ട് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഒരു നമ്പർ സ്പെഷ്യൽ നമ്പർ അല്ല. അപ്പൊ ഇത് വെച്ച് നമുക്ക് പിന്നെയും ബാക്കിയുള്ള കുറച്ചുകൂടെ സ്റ്റെപ്സ് ചെയ്ത് നോക്കാം. Again, turn it back to front. ഇനി ഈ 132 ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ 132 ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതി നോക്കാം. 231. ഓക്കെ, റിവേഴ്സ് ചെയ്ത് എഴുതി. Then add the 2 together. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കി. 132ഉം 231 തമ്മിൽ ആഡ് ചെയ്ത് നോക്കി. ഉത്തരം എന്ത് കിട്ടി? 363 എന്ന് കിട്ടി. കണ്ടോ? 363 is a special number. 363 സ്പെഷ്യൽ നമ്പർ ആണ്. കണ്ടില്ലേ? തിരിച്ചെഴുതിയാലും നേരെ എഴുതിയാലും എല്ലാം സെയിം ആയിട്ട് തന്നെ റീഡ് ചെയ്യാം. Okay, so we see that to get special numbers we sometimes need more steps. കണ്ടോ? 77 എന്ന നമ്പർ കിട്ടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു. പക്ഷെ ഈ 363 എന്ന നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ അധികം സ്റ്റെപ്സ് ചെയ്യേണ്ടി വന്നല്ലേ? ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ സ്റ്റെപ്സ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ നമ്പറിൽ എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. Okay, now you try and change these numbers into special numbers. Okay, ഇനി മറ്റു നമ്പേഴ്സിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ നമ്പേഴ്സ് ആയി നോക്കാം. ഫസ്റ്റ് 28 വെച്ചിട്ടാണ്. ഫസ്റ്റ് എന്ത് എഴുതാം? ഇത് നോട്ട്ബുക്കിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. Take the number as 28. Okay, ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ട സെന്റൻസ് ആണ്. Now turn it back to front. അതായത് ഈ പച്ച ബോക്സിൽ കണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം ആ പച്ച ബോക്സിൽ എഴുതിയാൽ മതി. നമ്പേഴ്സ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് എഴുതുന്ന സ്റ്റെപ്പ്, the number is 28. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് now turn it back to front.
എന്ന് എഴുതിയിട്ട് നമുക്ക് ആൻസർ എന്താണ് 82 എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് then add them together. തമ്മിൽ ആഡ് ചെയ്തു ഉത്തരം എന്ത് കിട്ടി? തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 110 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുക this is not a special number എന്ന് എഴുതുക. എന്നിട്ട് then continuing with this number അല്ലെങ്കിൽ carry on with this number എന്ന അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എഴുതി 110 എന്ന് എഴുതുക. carry on with this number എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി 110 എന്ന് എഴുതുക. അടുത്ത സെന്റൻസ് again turn it back to front എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചെഴുതുക അല്ലെ 011 എന്ന് എഴുതാം. എന്നിട്ടോ then add the two together എന്ന് എഴുതി തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 121 എന്ന് കിട്ടും. കണ്ടോ? 121 is a special number. ഓക്കെ 121 ഒരു സ്പെഷ്യൽ നമ്പർ ആണ്. മനസ്സിലായോ മിസ് എന്താ പറഞ്ഞാന്ന്? ഒന്നുകൂടെ പറഞ്ഞു തരാം. ആ 3 ക്വസ്റ്റ്യൻസ് ABC എന്ന 3 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. പേജ് നമ്പർ കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക, നോട്ട്ബുക്കിൽ എഴുതുക. അപ്പൊ 28 ആ 28 ക്വസ്റ്റ്യൻ 28 വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സ്പെഷ്യൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് the number is 28. ഓക്കെ number is എന്ന് എഴുതിയിട്ട് 28 എന്ന് എഴുതുക. അടുത്ത ലൈനിൽ turn it back to front എന്ന് എഴുതിയിട്ട് 82 എന്ന് എഴുതുക. അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ then add them together എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 110 എന്ന് ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ എഴുതുക. then add them together എന്ന് കിടക്കുന്നതിന്റെ കൂടെ 110 എന്ന് എഴുതുക. ഇനി this is not a special number എന്ന് അടുത്ത സെന്റൻസിൽ താഴത്ത് എഴുതുക. പിന്നെ അടുത്ത നെക്സ്റ്റ് ലൈനിൽ എഴുതുക carry on with this number എന്ന് എഴുതി 110 എന്ന് വീണ്ടും എഴുതുക. again turn it back to front. ഇനി ആ നമ്പറിനെ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി അതിന് നേരെ 011 എന്ന് എഴുതുക. അതായത് 110 നമ്മൾ വീണ്ടും തിരിച്ചെഴുതി 011. then add the two together എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് 110 011 തമ്മിൽ ആഡ് ചെയ്ത് ഉത്തരം എന്ത് കിട്ടി? 121 എന്ന് കിട്ടി അല്ലെ? അപ്പോ then add the two together എന്ന് എഴുതി നേരെ 121 എന്ന് ആൻസർ എഴുതുക. 121 is a special number. 121 is a special number ആണ്. അതായത് ഈ ടെക്സ്റ്റ് ബുക്കില് ഈ പച്ച കളറിൽ ഈ കാണുന്ന ഈ ഒരു ബോക്സിനകത്ത് അതേ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച് 28 എന്ന ഈ ഒരു നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ നമ്പർ 28 എന്ന നമ്പർ ഉപയോഗിച്ച് നമുക്കൊരു സ്പെഷ്യൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഇനി അടുത്ത നമ്പർ 132 ആണ്. 132 എങ്ങനെ ചെയ്യാം? നമുക്ക് ശ്രമിച്ചു നോക്കാം. 132 എന്ന് ബി ക്വസ്റ്റ്യൻ എഴുതിയിട്ട് the number is 132 എന്ന് എഴുതുക. ഓക്കെ the number is 132 എന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനിൽ എഴുതുക now turn it back to front. now turn it back to front എന്ന് എഴുതി എന്ത് ചെയ്യാം? തിരിച്ചെഴുതി കൊടുക്കാം 231 എന്ന് എഴുതി. ഇനി അടുത്തത് then add them together എന്ന് നെക്സ്റ്റ് സെന്റൻസിൽ എഴുതി. ഇനി തമ്മിൽ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആദ്യമേ 132 എഴുതി, ആ 132 തിരിച്ച് റിവേഴ്സ് ചെയ്ത് എഴുതി, അത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 363 കിട്ടി. അപ്പോൾ അതെന്താണ്? 360 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നമ്പർ ആണ്. അപ്പോൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ അപ്പോൾ എന്താ എഴുതേണ്ടത്? the number is ക്വസ്റ്റ്യൻ എന്താണ്? the number is 273 എന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനിൽ now turn it back to front എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് എഴുതുക 372 എന്ന് എഴുതി. ഇനി അടുത്ത then add them together എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 645 കിട്ടും. 645 is not a this number is not a special number അല്ലെ? 645 ഒരു സ്പെഷ്യൽ നമ്പർ അല്ല. അപ്പൊ നമ്മൾ ഇനിയും അഡീഷണൽ സ്റ്റെപ്സ് എഴുതേണ്ടി വരും. ആ പച്ച കളറിൽ കാണുന്ന ആ ഒരു ബോക്സിലുള്ളത് പോലെ അല്ലെ? ആ 48 എന്ന നമ്പർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ആ ബോക്സിലുള്ളത് പോലെ. ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം. ദിസ് ഇസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ. Okay, again starting from
again starting from 645 എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ആ നമ്പർ ആ സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? turn it back to front. turn it back to front. ഓക്കെ, തിരിച്ചെഴുതി നോക്കി 546 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? then add the two together എന്ന നെക്സ്റ്റ് സെന്റൻസിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. 645 പ്ലസ് 546 ചെയ്യും. ഉത്തരം എന്ത് കിട്ടും? 1191 എന്ന് കിട്ടും. ഓക്കെ, 1191 സ്പെഷ്യൽ നമ്പർ ആണോ? അല്ല, 1191 സ്പെഷ്യൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ദിസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ. ദിസ് ഈസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ. നമ്മൾ അഡീഷണൽ സ്റ്റെപ്സ് പിന്നെ എഴുതേണ്ട വരും. സ്പെഷ്യൽ നമ്പർ അഗെയിൻ ഫ്രം 1191 എന്ന് എഴുതുക. ഓക്കെ, 1191 എന്ന് എഴുതുക. എന്ത് ചെയ്യണം? ടേൺ ഇറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. എന്താണ്? 1911 എന്ന് എഴുതും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? then add the two together. then add the two together. എന്ത് കിട്ടും? നമ്മൾ ആഡ് ചെയ്ത് നോക്കി 1191 1111 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3102 എന്ന് കിട്ടും. 3102 എന്ന് കിട്ടും. 3102 സ്പെഷ്യൽ നമ്പർ ആണോ? അല്ല. നമ്മൾ പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലെ? ദിസ് ഈസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ. ദിസ് ഇസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ എന്ന് എഴുതേണ്ടി വരും. പിന്നെയും എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? again continuing from എന്ന് എഴുതി മതി. again from 3102 എന്ന് എഴുതുക. again from 3102. ഇനി എന്ത് ചെയ്യാം? turn it back to front. turn it back to front. back to front എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ 3102 തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 2013 എന്ന് കിട്ടാം. എന്നിട്ട് എന്ത് ചെയ്യണം? then add the two together എന്ന് എഴുതാം. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. 3102 2013 തമ്മിൽ ആഡ് ചെയ്യാം. ഉത്തരം എന്ത് കിട്ടും? 5115 എന്ന ആൻസർ കിട്ടും. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. മിസ് ഇതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 5115 എന്ന് കിട്ടും. ദിസ് ഇസ് എ സ്പെഷ്യൽ നമ്പർ ആണ് അല്ലെ? 5115 തിരിച്ചു മറിച്ചൊന്ന് എഴുതി നോക്കി. സ്പെഷ്യൽ നമ്പർ ആണ്. ദിസ് ഈസ് എ സ്പെഷ്യൽ നമ്പർ. കേട്ടോ, ഇവിടെ നമുക്ക് 28 എന്ന ആ ഒരു എയിലെ ക്വസ്റ്റ്യനും B132 ക്വസ്റ്റ്യനും നമുക്ക് സ്പെഷ്യൽ നമ്പർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു അല്ലെ? എന്താണ് അതിന്റെ സ്റ്റെപ്സ്? ആദ്യം നമ്മളൊരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ആ നമ്പർ റിവേഴ്സ് ചെയ്ത് എഴുതി നോക്കുന്നു. ആ റിവേഴ്സ് ചെയ്ത നമ്പറും നമ്മൾ ആ സെലക്ട് ചെയ്ത ആദ്യത്തെ നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്പെഷ്യൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ സ്പെഷ്യൽ നമ്പർ ആണെങ്കിൽ ഓക്കെ, അവിടെ കൊണ്ടൊക്കെ കഴിഞ്ഞു അല്ലെ? എന്നിട്ടും സ്പെഷ്യൽ നമ്പർ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആ നമ്പറിനെ പിന്നെയും റിവേഴ്സ് ചെയ്ത് എഴുതി നോക്കുന്നു. എന്നിട്ടോ റിവേഴ്സ് ചെയ്ത് എഴുതിയ നമ്പറും ആഡ് ചെയ്ത നമ്പർ തമ്മിൽ പിന്നെയും ആഡ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് സ്പെഷ്യൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു അല്ലെ? പിന്നെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലെ? എളുപ്പത്തിൽ പറഞ്ഞ പോലെ പോകുന്നത് കൊണ്ടല്ല. ജസ്റ്റ് എന്താണ് സ്പെഷ്യൽ നമ്പർ എന്നും ആ നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് മറ്റ് സ്പെഷ്യൽ നമ്പർ കിട്ടുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള വസ്തുത മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എല്ലാവർക്കും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സി ക്വസ്റ്റ്യൻ എന്താണ്? 273 വെച്ച് നമ്മൾ സ്പെഷ്യൽ നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ദിസ് എഴുതി the number is 273. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? the number is 273 എന്ന് എഴുതി. നെക്സ്റ്റ് ലൈനിൽ എന്ത് എഴുതി? now turn it back to front. 273 and back തിരിച്ചെഴുതി. now turn it back to front. that is 372 അല്ലെ? 273 തിരിച്ചെഴുതി, 372 തിരിച്ചെഴുതി.
ഇനി then add them together. ഇനി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് then add them together. എന്ത് കിട്ടും? തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ഉത്തരം 645 ആണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? 645 ഒരു സ്പെഷ്യൽ നമ്പർ അല്ല. ഒരു നമ്പർ നമ്മൾ തിരിച്ചിട്ട് ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, ഉത്തരം കിട്ടി. ആ ഉത്തരം കിട്ടിയ നമ്പർ സ്പെഷ്യൽ നമ്പർ അല്ല. അപ്പൊ നമ്മൾ പിന്നെയും ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് 645 ആൻസർ കിട്ടി. അപ്പോൾ ദിസ് നമ്പർ ഇസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം 645. ഈ ഉത്തരം കിട്ടിയ 645 കൊണ്ട് പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് ആണ്, ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. ഈ 645 തിരിച്ച് റിവേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. 546 അല്ലെ? 645 തിരിച്ചെഴുതി 546. എന്ത് ചെയ്തു? ഇതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? then add the two together. then add the two together. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 645 546 തമ്മിൽ ആഡ് ചെയ്യാം. ഉത്തരം എന്ത് കിട്ടി? 1191. ആഡ് ചെയ്ത് നോക്കുക. ഉത്തരം 1191 എന്നാണ്. ആ 1191 ഒരു സ്പെഷ്യൽ നമ്പർ ആയി കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ ചെയിൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ലൈനിൽ എഴുതി ദിസ് ഇസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ എന്ന് എഴുതി. ഇനി ഓക്കെ, അവിടെ കൊണ്ട് അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും 1191 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഗെയിൻ ഫ്രം എന്ന് എഴുതിയിട്ട് 1191 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എന്റെ സ്വന്തം സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീണ്ടും അഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം എന്നൊക്കെ എഴുതാം. ആ സ്റ്റേറ്റ്മെന്റും ആ നമ്മൾ ചെയ്തേക്കുന്ന ആ പ്രോസസ്സും ആ ചെയിനും എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നേ നിർബന്ധമുള്ളൂ. പക്ഷെ ബാക്കി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നു അഗെയിൻ ഫ്രം 1191 എന്ന് എഴുതി. എന്നിട്ടോ 1191 പിന്നെ റിവേഴ്സ് ചെയ്ത് എഴുതണ്ടേ? ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട് 1911. ആ 1191 ഞാൻ റിവേഴ്സ് ചെയ്ത് എഴുതി, തിരിച്ചെഴുതി 1911 എന്ന് എഴുതി. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണ്ടേ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് then add the two together. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. 1191 1911 തമ്മിൽ ആഡ് ചെയ്തു. ഉത്തരം എന്ത് കിട്ടി? ആഡ് ചെയ്ത് നോക്കുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. 3102 എന്ന ആൻസർ കിട്ടും. 3102 എന്ന ആൻസർ കിട്ടും. അതും ഒരു സ്പെഷ്യൽ നമ്പർ അല്ല. അപ്പൊ ഈ ചെയിൻ ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ദിസ് ഇസ് നോട്ട് എ സ്പെഷ്യൽ നമ്പർ. പിന്നെ അഗെയിൻ ഫ്രം 3102 നിർത്തിയെടുക്കുന്നത് പിന്നെയും ആ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഗെയിൻ ഫ്രം 3102 ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട്. ടേൺ ഇറ്റ് ബാക്ക് ടു ഫ്രണ്ട് അങ്ങനെ തിരിച്ചെഴുതുകയാണ്. 3102 തിരിച്ചെഴുതുകയാണ്. 2013 എന്ന് എഴുതുകയാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. then add the two together. തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഉത്തരം 5115 എന്ന് കിട്ടും. ആഡ് ചെയ്ത് നോക്കുക, എന്നാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. 5115 എന്ന് കിട്ടും. 5115 എന്താണ്? ഒരു സ്പെഷ്യൽ നമ്പർ ആണ് അല്ലെ? ഇറ്റ്സ് എ സ്പെഷ്യൽ നമ്പർ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ചെയിൻ എന്താണെന്നും ആ ഒരു സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സത്യമല്ലേ? അപ്പൊ ഇതെല്ലാം ആ 3 ക്വസ്റ്റ്യൻസും നോട്ട്ബുക്കിൽ മനസ്സിലാക്കി എഴുതുക. ഈ സ്റ്റേറ്റ്മെന്റ് വേണം, ആ ചെയ്യുന്ന പ്രോസസ് എന്താണെന്നുള്ളത് വേണം, സൈഡിൽ വർക്കിങ്സ് വേണം. എന്നാലേ ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമിന് ചോദിച്ചാലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ 3 ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ആ 3 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ മിസ് പറഞ്ഞ പോലെ എഴുതുക. ഇനി അടുത്തത് now let's use words in a special way. നമ്മൾ ഇത് വേർഡ്സ് സ്പെഷ്യൽ നമ്പേഴ്സ് പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാം? വേർഡ്സ് സ്പെഷ്യൽ വേയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. നോക്കിയത് വായിച്ചേ. നോ ലെമൺസ് നോ മെലൺ സ്റ്റെപ്പ് നോട്ട് ഓൺ പെക്സ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് നോ ലെമൺസ് നോ മെലൺ. ഓക്കെ, ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ചൊന്ന് റീഡ് ചെയ്തേ. തിരിച്ച് എന്താണ്? NOLEM അല്ലെ? അതൊരു വാക്ക് അല്ലെ? തിരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. നോ ലെമൺസ് നോ മെലൺ എന്ന് എഴുതിയിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് തിരിച്ച് റീഡ് ചെയ്യുമ്പോഴും നമുക്ക് നോ ലെമൺസ് നോ മെലൺ എന്ന് റീഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കി. ലെറ്റേഴ്സ് എല്ലാം ആ ഒരു വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം ഫോർവേഡിൽ എഴുതിയാലും തിരിച്ച് ബാക്ക്വേർഡ് എഴുതിയാലും നമുക്ക് സെയിം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സെന്റൻസ് നോക്കി, സ്റ്റെപ്പ് നോട്ട് ഓൺ പെറ്റ്സ്. ഓക്കെ, ഇതും ഫോർവേഡ് ആയിട്ട് ലെറ്റേഴ്സ് നമ്മൾ എഴുതിയാലും തിരിച്ച് ബാക്ക്വേർഡ് ആയിട്ട് നമ്മൾ എഴുതി നോക്കിയാലും നമുക്ക് സെയിം ആയിട്ട് ചെയ്തെടുക്കാൻ സെയിം സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് സ്പെഷ്യൽ വേർഡ്സ്. Did you notice that it reads the same from both sides, right to left and left to right? കണ്ടോ, റൈറ്റിന് ലെഫ്റ്റോട്ട് റീഡ് ചെയ്താലും തിരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്താലും ഒരേ സെന്റൻസ് തന്നെ നമ്മൾ വായിച്ചെടുക്കും. Now try and use words in a special way. അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ വേയിൽ എന്താണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. 3 എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ്, റൈസ് ടു വോട്ട് സർ, RISE, rise to vote, VOTE, vote sir. Rise to vote sir എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ച് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്താലും റൈറ്റ് ടു ലെഫ്റ്റ് റീഡ് ചെയ്താലും സെയിം ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സ്പെഷ്യൽ വേ സാധിക്കും. ഇനി സെക്കൻഡ്, മിറർ റിംഗ്, MIRRORRIM, മിറർ റിംഗ്. ഇതുപോലെ തന്നെയാണ് പ്രത്യേകതയായിട്ട് തിരിച്ചുള്ള ഫ്രണ്ടിലോട്ടും ബാക്ക്വേർഡോട്ടും എഴുതി നമുക്ക് സെയിം സെന്റൻസ് വായിച്ചെടുക്കാം. ഇനി നെവർ, ഓഡ്, ഓർ, ഈവൻ, ഇതും നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്ക്വേർഡും സെയിം രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ആ സ്പെഷ്യൽ നമ്പേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് നോട്ട്ബുക്കിൽ എഴുതുക, സ്റ്റേറ്റ്മെന്റ് വേണം, ആ സ്റ്റെപ്സ് എല്ലാം ഉൾപ്പെടെ നോട്ട്ബുക്കിൽ എഴുതുക. സൈഡിൽ വർക്കിംഗ്സ് വേണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.